യുദ്ധത്തിൽ ഇസ്രായേൽ തകർന്നടിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇസ്രായേൽ ഗസ യുദ്ധം ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുമ്പോൾ കനത്ത നാശനഷ്ടമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിലുണ്ടായതെന്ന് പറയുന്നു. 11 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ ചിലവ് ഇസ്രായേലിന് ഇതുവരെ ഗസ യുദ്ധത്തിൽ ചിലവഴിക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇസ്രായേലി പൗരന്മാരുടെ വെല്ലുവിളി വർദ്ധിച്ചു വരുന്നു. മാത്രമല്ല, ഏതാണ്ട് 11 ബില്യൺ എത്തിയിരിക്കുന്നു അമേരിക്കൻ ഡോളർ 11 ബില്യൺ അമേരിക്കൻ ഡോളർ എത്തിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ യുദ്ധ ചെലവ്. ഗസ യുദ്ധം ഒരു വർഷം പിന്നിട്ടിട്ടും യുദ്ധവിജയം നേടാൻ കഴിയാതിരിക്കുന്ന ഇസ്രായേൽ കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 71 ബില്യൺ അമേരിക്കൻ ഡോളർ കടം വാങ്ങിയാണ് ഈ യുദ്ധം നടത്തുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അതുകൂടാതെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച വളരെ കുറഞ്ഞിരിക്കുന്നു. കമ്മി ബഡ്ജറ്റ് ഉണ്ടായിരിക്കുന്നു. GDP-യിലും കുറവുണ്ടായിരിക്കുന്നു. വികസിത രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണ് ഇസ്രായേലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വളർച്ചാ നിരക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ളതാണ്. അതായത് ഗസയിലെ ജനങ്ങളെ കൂട്ടക്കുരുതി ചെയ്യുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി തകരുന്ന നിലയിലേക്ക് അവരുടെ അവസ്ഥ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. വലിയ തരത്തിലുള്ള നികുതി വർധനവുണ്ടായിട്ട് പോലും ഇസ്രായേലികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇസ്രായേലിയരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിയിരിക്കുന്നു. ജനങ്ങളെ കൂട്ടക്കുരുതി ചെയ്ത ഇസ്രായേലിന് സന്തോഷിക്കാൻ ഒരു വകയുമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ഗസയിലെ യുദ്ധത്തിൽ നിന്ന് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. യുദ്ധവിജയങ്ങളൊന്നും നേടുവാൻ കഴിഞ്ഞതുമില്ല. പക്ഷേ എളുപ്പം ഹമാസിനെയും പലസ്തീനികളെയും കൂട്ടക്കുരുതി ചെയ്ത് ആ രാജ്യം കൂടി കയ്യേറാമെന്നുള്ള ഇസ്രായേലിൻ്റെ വ്യാമോഹം അവിടെ തകർന്നിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ കൂപ്പുകുത്തിയെന്നാണ് പറയേണ്ടത്. യുദ്ധം വർദ്ധിച്ച സാമ്പത്തിക ബാധ്യതയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുപോയി. ഗസയിലെ മുഴുവൻ ബിൽഡിങ്ങുകളും അടിച്ചു തകർത്തെങ്കിലും അതിനുവേണ്ടി ഇസ്രായേലിന് ചിലവഴിക്കേണ്ടി വന്നത് കോടിക്കണക്കിന് അമേരിക്കൻ ഡോളറാണ്. മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയെ ആടി ഉലയ്ക്കാൻ അത് കാരണമായി. 0.4% മാത്രമാണ് ഇസ്രായേലിൻ്റെ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ വർഷം കാണിച്ചിരിക്കുന്നത്. ഇത് വികസിത രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും താഴ്ന്നതാണ് എന്നുള്ളതാണ്. അതായത് ഗസയിലെ യുദ്ധം ഇസ്രായേലിനെ തകർത്തിരിക്കുന്നു, നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്.